ദഖായിഖ് മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ ഏതാനും നിമിഷങ്ങൾ. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇനി അൽ ജബ്ബാർ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അൽ ജബ്ബാർ, എല്ലാം അടക്കി ഭരിക്കുന്നവൻ. അവന്റെ മുമ്പിൽ എല്ലാവരും കീഴൊതുങ്ങിയിരിക്കും. ന്യൂനത പരിഹരിക്കുന്നവനാണവൻ. ഉടഞ്ഞത് നന്നാക്കുന്നവൻ. ബലം പ്രയോഗിച്ച് നന്നാക്കേണ്ട സ്ഥാനത്ത് തന്നെ നന്നാക്കുന്നവൻ. അതിലെല്ലാം കഴിവിട്ടവൻ. അവനാണ് അൽ ജബ്ബാർ എന്ന് പറയുകയുള്ളൂ. ജബർ എന്ന പദത്തിൽ നിന്നുള്ളതാണ് ജബ്ബാർ. ബലം പ്രയോഗിച്ചൊരു കാര്യം നന്നാക്കുക, എല്ലാ ന്യൂനതകളും ഇല്ലാതാക്കുക, സർവശക്തന്റെ ഇച്ഛക്കുപരിയായി ഒരാളുടെയും ഇച്ഛയും നടക്കാതിരിക്കുക. ജബ്ബാർ, സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്നവൻ, അതിനൊരു മടിയുമില്ലാത്തവൻ, അതിന് എല്ലാ നിരക്കുമുള്ള കഴിവുള്ളവൻ, അതോടൊപ്പം തന്നെ ഹിക്മത്ത് ഉപയോഗിക്കുന്നവൻ. അറബി ഭാഷയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ എന്ന് പറയുന്നത് സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്ന ധിക്കാരികളായ ആളുകളെ സംബന്ധിച്ച് പറയും. സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ജബ്ബാറ എന്നാണ് പറയുന്നത്. അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ വരികയായിരുന്നു. അപ്പോഴതാ ഒരു ആജാനബാഹുവായ ഒരു സ്ത്രീ ആ വഴിയിലൂടെ തന്നെ വരുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഒന്ന് വഴിമാറിക്കൊടുക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട്. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, വേറെ വഴി എത്ര വഴികളുണ്ട്, അതിലൂടെ പോട്ടെ. ഈ സംസാരം കേട്ടുപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഉഹാ ഫഇന്നഹാ ജബ്ബാറ, അവളെ വിട്ടേക്കൂ, അവൾ സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്ന ഒരു പെണ്ണാണ്, ഒരു ധിക്കാര സ്വഭാവമുള്ളവളാണ് അവൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പദം സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്ന, ആരെയും കൂസാത്തൊരു പെണ്ണ് എന്ന അർത്ഥത്തിൽ ജബ്ബാറ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്കും ഇങ്ങനെ ജബ്ബാർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ അൽ ജബ്ബാർ എന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ, അവൻ എല്ലാ ധിക്കാരികളായ ആളുകളെയും സൃഷ്ടികളെയും അടക്കി നിർത്തി ഈ പ്രപഞ്ചത്തെ ശരിക്കും നിലനിർത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അതിശക്തനാണെങ്കിലും വളരെ യുക്തിയോടെയും വളരെ കാരുണ്യത്തോടു കൂടിയും മാത്രമേ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ. തകർന്ന മനസ്സുകൾക്ക് ആത്മധൈര്യം നൽകി ഉത്തേജിപ്പിച്ച് നന്നാക്കിയെടുക്കുന്നവനാണവൻ. ദരിദ്രനെ ധന്യനാക്കുന്നു, വിപത്തിലാകപ്പെട്ടവനെ രക്ഷിക്കുന്നു, എല്ലാ രംഗത്തും അവന്റെ ദൃഷ്ടി പതിപ്പിക്കുന്നു. ദാത്ത് കൊണ്ട് അഥവാ സത്ത കൊണ്ട് എല്ലാ നിലക്കും നീതിയായവനാണവൻ. അൽ ജബ്ബാർ അൽ ആലിയാണ് എന്ന് പറയാറുണ്ട്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ എന്നാണ് അതിന്റെ അർത്ഥം. മേറാജ് ദിനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് നിങ്ങൾക്കറിയില്ലേ? സിദ്റത്തുൽ മുൻതഹ സ്ഥിതി ചെയ്യുന്ന ഉന്നത സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 റക്അത്ത് നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കി. തിരിച്ചു പോരുമ്പോൾ മൂസാ നബിയുടെ അഭിപ്രായമനുസരിച്ച് നമസ്കാരത്തിൽ ഇളവ് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമ്മൾ കാണാം. ഫഅലാ ബിഹി ഇല ജബ്ബാർ ഫഖാല ഫഹുവ മകാനഹു യാ റബ്ബി ഖഫിഫ് അന്നാ ഫഇന്ന ഉമ്മത്തി ലാ തസ്തതിഉ ദാലിക. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജബ്ബാറായ അള്ളാഹുവിന്റെ അടുത്തേക്ക് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് നിന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, റബ്ബേ, നീ ഞങ്ങൾക്ക് നമസ്കാരം ലഘൂകരിച്ചു തരണമേ, എന്റെ ഉമ്മത്തിന് അത് കഴിയുകയില്ല. അപ്പോൾ ജബ്ബാറായ അള്ളാഹു ഇളവ് കൊടുത്തു. ഇവിടെ അത്യുന്നത സ്ഥാനത്തുള്ള അൽ ജബ്ബാറായ പടച്ച തമ്പുരാന്റെ അടുത്തേക്ക് പോയി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി എന്ന പദമാണ് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പരലോകത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ജബ്ബാറായ അള്ളാഹു തന്റെ കൈകൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും പിടിച്ചുയർത്തും. എന്നിട്ടവൻ പറയും, അത് ജബ്ബാർ അൈനൽ ജബ്ബാറൂൻ അൈനൽ മുതകബ്ബിറൂൻ.
ഞാനാണ് എല്ലാം അടക്കി ഭരിക്കുന്നവൻ, സ്വേച്ഛാധിപതികളും അഹങ്കാരികളും എവിടെ? അതിഭീകരമായ രംഗത്ത് അള്ളാഹു ഉപയോഗിച്ചത് അനൽ ജബ്ബാർ, ഞാനാണ് എല്ലാം അടക്കി ഭരിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പൊ ജബ്ബാർ എന്ന് എല്ലാം അടക്കി ഭരിക്കുന്നവൻ എന്നൊരർത്ഥം. അതേ രൂപത്തിൽ രണ്ടാമത്തെ അർത്ഥം അല്ലദീ യജ്ബുറുൽ ഉമൂർ, കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പരിഹരിക്കുന്നവൻ എന്നുള്ളതാണ്. അതേ രൂപത്തിൽ മൂന്നാമതൊരർത്ഥം അല്ലദീ യസ്ലഹുൽ ഉമൂർ, കാര്യങ്ങളെല്ലാം നന്നാക്കുന്നവൻ. ഇതെല്ലാം അൽ ജബ്ബാർ എന്നതിന്റെ ആശയമാണ്. സഹോദരങ്ങളെ, യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലിട്ട് ശല്യമൊഴിവാക്കാൻ ശ്രമിച്ച ജ്യേഷ്ഠന്മാരുടെ ഇച്ഛകൾ നടക്കാതെ വഞ്ചകരും ദുഷ്ടരുമായ ജ്യേഷ്ഠന്മാർ ഇളിഭ്യരായി നിന്നിറങ്ങും വളരെ ശോചനീയമാണ്. എല്ലാം ജബ്ബാറായ അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവന്നു. അവസാനം അവർ ഇളിഭ്യരായി യൂസുഫ് നബിയോട് ചോദിച്ചു, അൻത യൂസുഫ്, നീ തന്നെയാണോ യൂസുഫ്? അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, അന യൂസുഫ് വഹാദാ അഖീ, അതെ ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതാ എന്റെ സഹോദരൻ, എന്റെ ഉമ്മയിലുള്ള മോൻ സഹോദരൻ ബിന്യാമീൻ ഇതാ എന്റെ കൂടെ. സഹോദരങ്ങളെ, ഏത് ചതിയന്മാരെയും പിടിച്ചു കെട്ടാനും അവസാനം നിന്ദരും വെളിഭ്യരുമാക്കാനും ജബ്ബാറായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിരാശരായി കഴിയുന്ന എത്രയെത്ര മനുഷ്യരെയാണ് പടച്ച തമ്പുരാൻ, ജബ്ബാറായ തമ്പുരാൻ കൈപിടിച്ചുയർത്തിയിട്ടുള്ളത്, അങ്ങനെ ഉന്നതിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഭൂമിയിൽ പരിഹാരം നൽകുന്നവനാണ് അൽ ജബ്ബാറായ അള്ളാഹു. ഞാൻ നമസ്കാരത്തിൽ പോലും വജ്ബുർനി, എൻ്റെ വീഴ്ചകൾ പരിഹരിച്ചു തരണമേ, എൻ്റെ പ്രശ്നങ്ങൾ തീർത്തരണമേ എന്ന് നാം ദിവസേന പ്രാർത്ഥിക്കാറില്ലേ? അതെല്ലാം അൽ ജബ്ബാറായ അള്ളാഹുവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിമുട്ടുന്നുവോ അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് യാ ജബ്ബാർ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.